Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. മൈഗ്രേഷൻ ചുരുക്കാൻ വാർഷിക മൈഗ്രേഷൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സുനാക്കിന് മേൽ സമ്മർദ്ദവുമായി സീനിയർ ടോറി എംപിമാർ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റത്തിന് എതിരായ നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനാക്കിന് മേൽ സമ്മർദ്ദം ചെലുത്തി സീനിയർ ടോറി എംപിമാർ. നെറ്റ് മൈഗ്രേഷൻ ആയിരങ്ങളാക്കി ചുരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ബ്രെക്സിറ്റ് സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തി നിയമപരമായ കുടിയേറ്റ കണക്കുകൾ വലിയ തോതിൽ കുറയ്ക്കണമെന്ന് ഗവൺമെന്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ഹൗസ് ഓഫ് കോമൺസിൽ വാർഷിക മൈഗ്രേഷൻ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്നാണ് റിപ്പോർട്ട് വാദിക്കുന്നത്. ഓരോ 10,000 കുടിയേറ്റക്കാർക്ക് എത്രയധികം ആശുപത്രി ബെഡുകൾ വേണ്ടിവരും, പുതിയ വീടുകൾ വേണം എന്നിങ്ങനെ കാര്യങ്ങൾ കൂടി പരിഗണിക്കാനാണ് സീനിയർ എംപിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ആകെയുള്ള മൈഗ്രേഷൻ എണ്ണവും വ്യക്തിഗത റൂട്ടിലൂടെയുള്ള മൈഗ്രേഷനും പാർലമെന്റിൽ വോട്ടിനിട്ട് തീരുമാനിക്കാനാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. 2023 ജൂൺ വരെ വർഷത്തിൽ നെറ്റ് മൈഗ്രേഷൻ 6,72,000 എത്തിയിരുന്നു. കഴിഞ്ഞ 30 വർഷക്കാലമായി രാഷ്ട്രീയക്കാർ ഇത് നിയന്ത്രിക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും കണക്ക് കുതിച്ചുയരുകയാണ് ചെയ്തതെന്ന് മുൻ ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെന്റിക് കുറ്റപ്പെടുത്തി. വ്യാഴാഴ്ച നടക്കുന്ന ലോക്കൽ തെരഞ്ഞെടുപ്പിന് ശേഷമാകും സെന്റർ ഫോർ പോളിസി സ്റ്റഡീസിന്റെ ടേക്കിംഗ് ബാക്ക് കൺട്രോൾ റിപ്പോർട്ട് പുറത്തുവരിക. വനിതാ രോഗികൾക്ക് വനിതാ ഡോക്ടറുടെ സേവനം ആവശ്യപ്പെടാം. വാർഡുകളിൽ നിന്നും ട്രാൻസ് സ്ത്രീകളെ വിലക്കാനും NHS. വനിതകളുടെ മാത്രം വാർഡുകളിൽ ട്രാൻസ് സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിന് പുറമെ സ്ത്രീ രോഗികൾക്ക് വനിതാ ഡോക്ടറുടെ സേവനങ്ങൾ തേടാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ച് മന്ത്രിമാർ. NHS ഭരണഘടനയുടെ പുതിയ കരട് രൂപത്തിലാണ് സ്ത്രീകൾക്ക് മാത്രമായുള്ള ഇടങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശങ്ങളുള്ളത്. സ്വകാര്യമായ പരിചരണം ആവശ്യമായ സമയങ്ങളിൽ സമാനമായ ബയോളജിക്കൽ സെക്സിലുള്ള ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെടാൻ രോഗികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് നിർദ്ദേശങ്ങൾ. ട്രാൻസ് രോഗികൾക്ക് അവരുടേതായ സ്വകാര്യ ഇടങ്ങൾ ആശുപത്രികളിൽ ഒരുക്കാനും പരിഷ്കാരം ആവശ്യപ്പെടുന്നു. മുൻ ഹെൽത്ത് സെക്രട്ടറി സ്റ്റീവ് ബാർക്ലെ ഈ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തെ ടോറി പാർട്ടി കോൺഫറൻസിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ശരിയാക്കിയില്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയിലും ഭാവി തലമുറയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് ബാക്സെ വ്യക്തമാക്കിയിരുന്നു. ട്രാൻസ് വനിതകൾക്ക് നൽകുന്ന സേവനങ്ങളുടെ പേരിൽ പലപ്പോഴും സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. സ്വയം ഒരു സ്ത്രീയെന്ന് വല്ലപ്പോഴും അവകാശപ്പെടുന്നവർക്കും വനിതാ വാർഡുകളിൽ കഴിയാൻ NHS നിയമങ്ങൾ അനുമതി നൽകുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നിയമപരമായി ലിംഗമാറ്റം നടത്തിയിട്ടുണ്ടോ എന്ന വ്യത്യാസം ഇതിനെ ബാധിക്കുന്നില്ല. വനിതകൾക്ക് മാത്രമുള്ള വാർഡുകളിൽ രോഗികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ നീക്കങ്ങൾ. തെരഞ്ഞെടുത്താൽ പെൻഷൻകാരുടെ ട്രിപ്പിൾ ലോക്ക് സംരക്ഷിക്കുമെന്ന് ലേബർ. ബ്രിട്ടനിലെ പെൻഷൻകാർക്ക് ഇതിലും നല്ല പരിഗണന കിട്ടാൻ അർഹതയുണ്ടെന്ന് ലേബർ നേതാവ് കീർ സ്റ്റാർമർ. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ വിജയിപ്പിച്ചാൽ പെൻഷനുകളിലെ ട്രിപ്പിൾ ലോക്ക് ചുരുങ്ങിയത് 5 വർഷത്തേക്കെങ്കിലും നിലനിർത്തുമെന്ന് കീർ സ്റ്റാർമർ വാഗ്ദാനം ചെയ്തു. പെൻഷൻകാർക്ക് സ്ഥിരത ലഭിക്കേണ്ടതുണ്ടെന്നും തന്റെ കാലയളവിൽ മുഴുവൻ ട്രിപ്പിൾ ലോക്ക് സംരക്ഷിക്കുമെന്നും ലേബർ നേതാവ് വ്യക്തമാക്കി. രാജ്യത്തിന് കനത്ത ബാധ്യത വരുത്തുന്ന ട്രിപ്പിൾ ലോക്ക് പ്രകാരം ഓരോ വർഷവും പെൻഷൻ വർധന ഏറ്റവും കൂടുതൽ നൽകാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇതിനായി വരുമാന വളർച്ച, പണപ്പെരുപ്പം എന്നിവയിൽ ഏതാണോ കൂടുതൽ, അല്ലെങ്കിൽ 2.5% വർധന എന്നതാണ് കണക്കാക്കുക. പുതിയ വിസ നിയന്ത്രണ വ്യവസ്ഥകൾ UK യൂണിവേഴ്സിറ്റികളുടെ നടുവൊടിക്കുന്നു. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കിയത് UK യൂണിവേഴ്സിറ്റികളുടെ നടുവൊടിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഹഡേഴ്സ്ഫീൽഡിൽ 200ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നതായാണ് റിപ്പോർട്ട്. നിരവധി കോഴ്സുകളും നിർത്തലാക്കും. നിരവധി മേഖല ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഭാവി യൂണിവേഴ്സിറ്റിക്ക് ഉറപ്പാക്കാനായിട്ടാണ് ഇത്തരമൊരു നടപടിയെന്നും യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. 10 ഒരാൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് യൂണിയനിലെ ഗാരി അലൻ ഇത് വൻ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും എന്നിവയുൾപ്പെടെ 12 കോഴ്സുകൾ നിർത്തലാക്കേണ്ടി വരും. 2023-24 സാമ്പത്തിക വർഷത്തിൽ തന്നെ ബഡ്ജറ്റിൽ കുറവ് അനുഭവപ്പെട്ടു എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. സ്കിൻ ക്യാൻസറിന് ഫലപ്രദമെന്ന് കരുതുന്ന പുതിയ വാക്സിൻ UKയിലെ രോഗികളിൽ പരീക്ഷിച്ചു. മെലനോമ അഥവാ ത്വക്കിലെ ക്യാൻസറിനെ ഫലപ്രദമായി നേരിടാൻ കെൽപ്പുള്ളതെന്ന് വിശ്വസിക്കുന്ന ആദ്യത്തെ mRNA ക്യാൻസർ വാക്സിൻ UKയിലെ രോഗികളിൽ ഇതാദ്യമായി പരീക്ഷിച്ചു. ബ്ലാഡർ, ശ്വാസകോശം, വൃക്ക എന്നിവിടങ്ങളിലെ ക്യാൻസറുകൾക്കെതിരെയും ഈ mRNA വാക്സിൻ ഫലപ്രദമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ട്യൂമറിന് പ്രത്യേക ജനറ്റിക് മേക്ക് ഉപയോഗിച്ച് വ്യക്തികൾക്ക് അനുസൃതമായി ഇതിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നതിനാൽ രോഗം ഭേദമാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. കോവിഡ് വാക്സിൻ സമാനമായ രീതിയിലുള്ള ഇത് ഏതാനും ആഴ്ചകൾ കൊണ്ട് നിർമ്മിക്കുവാൻ കഴിയും. ശരീരത്തോട് ക്യാൻസർ ബാധിച്ച കോശങ്ങൾ കണ്ടെത്തി അവയെ നശിപ്പിക്കാനും തിരികെ വരുന്നതിൽ നിന്ന് തടയുവാനും നിർദ്ദേശം നൽകിക്കൊണ്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. ഫാർമ രംഗത്തെ അധികായരായ മൊഡേണയും MSDയും സംയുക്തമായി വികസിപ്പിച്ച ഈ വാക്സിന്റെ പ്രാഥമിക ഘട്ട പരീക്ഷണങ്ങളിൽ ത്വക്കിലെ ക്യാൻസർ തിരികെ വരുന്നതിനെ വലിയൊരു അളവിൽ തടയുന്നതായി കണ്ടെത്തിയിരുന്നു.
ഇനി നാട്ടിലെ വാർത്തകൾ. CPM സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഗണേഷ് കുമാർ. മേയറുടെ വാക്ക് മാത്രം കേട്ട് നടപടിക്കില്ല. ഡ്രൈവറെ പിന്തുണച്ച് യാത്രക്കാരും. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിൽ CPM സമ്മർദ്ദം വകവയ്ക്കാതെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പോലീസ് റിപ്പോർട്ടും KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയെടുക്കില്ലെന്ന നിലപാടിലാണ് മന്ത്രി. സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിന് പിന്നിൽ. ഇതിന് പിന്നാലെ സച്ചിൻ ദേവ് MLA മന്ത്രിക്ക് ഇന്ന് നേരിട്ട് പരാതി നൽകും. പോലീസും വിജിലൻസും നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാകും ഡ്രൈവർ യദുവിനെതിരെ വകുപ്പുതല നടപടി. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും MLAയുമാണ് എതിർഭാഗത്തെന്നും കരുതി പാവൻ ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ലെന്നുമാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. ഡ്രൈവർ യദുവിനെ പിന്തുണച്ച് KSRTCയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് CPM നേതാക്കളുടെ വാദം. സംഭവത്തിൽ ദൃക്സാക്ഷികളായവരോട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് KSRTC വിജിലൻസ് വിഭാഗം സംസാരിച്ചത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത്. ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ KSRTCയിൽ നിന്നും ശേഖരിച്ചായിരുന്നു നീക്കം. ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത്. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് സൗദി കുടുംബം കോടതിയെ അറിയിച്ചു. മോചനം ഉടനുണ്ടാകും. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് റിയാദിലെ നിയമസഹായ സമിതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് റിയാദിലുള്ള ഇന്ത്യൻ എംബസിയും നിയമസഹായ സമിതിയും. മോചനദ്രവ്യമായ 34 കോടി രൂപ സ്വരൂപിച്ചതായും അബ്ദുറഹീമിന് മാപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ട് അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബവും അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചു. കേരളത്തിൽ ഇനി ഡ്രൈ ഡേ ഇല്ല. ഇനി 1-ാം തീയതിയും മദ്യം ലഭിക്കും. ഡ്രൈ ഡേ ഒഴിവാക്കാൻ ആലോചന. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് എല്ലാ മാസവും 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. ബിവറേജുകൾ വഴിയുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ മാസം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേർന്നിരുന്നു. ഇതിലാണ് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നത്. AI ക്യാമറ നിയമലംഘനം ഇരട്ടി. നോട്ടീസ് അയക്കൽ നിർത്തി കെൽട്രോൺ. AI ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചു. ഒരു വർഷത്തേക്ക് 25 ലക്ഷം നോട്ടീസ് വിതരണം ചെയ്യാനുള്ള കരാറാണ് കെൽട്രോണിന് നൽകിയിരുന്നത്. എന്നാൽ നിയമലംഘനങ്ങൾ 50 ലക്ഷം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് നിർത്തിയത്. അച്ചടിയും തപാൽ കൂലിയും കവറും ഉൾപ്പെടെ ഒരു നോട്ടീസിന് 20 രൂപയാണ് പ്രതിഫലം. അധിക തുക ആവശ്യപ്പെട്ട് കെൽട്രോൺ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണ്. നോട്ടീസ് നിർത്തിവെച്ചെങ്കിലും AI ക്യാമറകൾ കണ്ണടച്ചിട്ടില്ല. പിഴ ചുമത്തൽ തുടരുന്നുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. പ്രീമിയർ ലീഗിൽ ആഴ്സണൽ മുന്നിൽ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളിൽ പതറാതെ മാഞ്ചസ്റ്റർ സിറ്റി. കഴിഞ്ഞ ദിവസം അവർ ഒരു നിർണായക വിജയത്തോടെ ആഴ്സണലിന്റെ തൊട്ടുപിന്നിലെത്തി. കഴിഞ്ഞ ദിവസം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിട്ട മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി 79 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ആഴ്സണലിന് 80 പോയിന്റാണുള്ളത്. എന്നാൽ ആഴ്സണലിനേക്കാൾ ഒരു മത്സരം കുറവാണ് മാഞ്ചസ്റ്റർ സിറ്റി കളിച്ചത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.59 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.